ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ചാപ്റ്റർ 1 കാസ്കറ്റ്സ് ഓഫ് ലൈഫ് ഫുൾ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നോക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഹൗ ക്യാൻ വി സീ മൈന്യൂട്ട് ഓർഗാനിസം? യൂസ് എ ഹാൻഡ് ലെൻസ് കേട്ടോ. ഹൗ ക്യാൻ വി ഒബ്സർവ് ഓർഗാനിസം ദാറ്റ് കനോട്ട് ബീൻ സീൻ ബൈ ദ നാക്ഡ് ഐ? യൂസ് എ മൈക്രോസ്കോപ്പ്. What is microscope? A microscope is a device used to see microorganisms that cannot be seen by naked eye. എന്താ പറയുന്നത്? നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഓക്കെ, ഇനി വാട്ട് ഈസ് മൈക്രോ ഓർഗാനിസം? എന്താണ് സൂക്ഷ്മജീവികൾ? നഗ്നനേത്രങ്ങളിലൂടെ കാണാൻ കഴിയാത്ത ജീവികളെ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളെയാണ് സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണം ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, അമീബ, പാരമീസിയം, യൂക്ലീന. ഓക്കെ, അടുത്തത് മൈക്രോ ഓർഗാനിസം പ്രസൻറ്റ് ഇൻ വാട്ടർ ആർ. എവിടെയാണ് മൈക്രോ ഓർഗാനിസം പ്രസൻറ്റ് എന്ന്? വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. ഏതൊക്കെയാണ്? ഉത്തരം ഏതാണ്? അമീബ, പാരമീസിയം, യൂക്ലീന, ഓൾ ദ എബവ്. എന്താണ്? എല്ലാം ഇല്ലേ? അപ്പോൾ ഓൾ ദ എബവ് കേട്ടോ. മുകളിലുള്ളവയെല്ലാം വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മജീവികളാണ്. ഓക്കെ, അമീബ, പാരമീസിയം, യൂക്ലീന. ഓക്കെ, ഇനി സെൽ. വാട്ട് യു മീൻ ബൈ സെൽ? ദ ബോഡി ഈസ് made of a many cell unit. These small unit of the body are called cell. എന്താണ്? കോശങ്ങൾ എന്ന് പറഞ്ഞാൽ, സെൽ എന്ന് പറഞ്ഞാൽ കോശമാണ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറുഘടകങ്ങൾ ചേർന്നാണ്. ഈ ചെറുഘടകങ്ങളെ കോശങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി വിച്ച് പാർട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ദി സെൽ? എന്താണ്? സെല്ലിൻ്റെ സെൻറ്ററിലുള്ള ഭാഗത്ത് എന്താ പറയുക? ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ മർമ്മമാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സൈറ്റോപ്ലാസം? എന്താണ് സൈറ്റോപ്ലാസം? സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ മലയാളം കോശദ്രവ്യമാണ്. എന്താണ്? ദ മാട്രിക്സ് പ്രസൻറ്റ് ഇൻസൈഡ് ദ സെൽ മെമ്പറൈൻ ഈസ് സൈറ്റോപ്ലാസം. എന്താണ്? കോശത്തിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ പദാർത്ഥമാണ് എന്ത്? കോശദ്രവ്യം. ഓക്കെ, അടുത്തത് ഹൗ മെനി സെൽ പ്രസൻറ്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി? മനുഷ്യ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ട്? ലക്ഷക്കണക്കിന് കോടി കോശങ്ങളുണ്ട് അല്ലേ? മില്യൺസ് ഓഫ് സെൽ. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സെൽ? ഒരു കോശത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? ന്യൂക്ലിയസ്, ക്ലോറോപ്ലാസ്റ്റ്, സെൽ വാള്, സെൽ മെമ്പറൈൻ, വാക്യൂള്, സൈറ്റോപ്ലാസം അല്ലേ? ഇനി അടുത്തത് യൂണിസെല്ലുലാർ ഓർഗാനിസം. എന്താ യൂണിസെല്ലുലാർ ഓർഗാനിസം? ദർ ആർ ഓർഗാനിസം വിത്ത് ഓൺലി വൺ സെല്ല്, ദേ ആർ യൂണിസെല്ലുലാർ ഓർഗാനിസം. യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഏകകോശ ജീവികൾ. എന്നാൽ എന്താണ്? ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ട്, അവ ഏകകോശ ജീവികളാണ്. എന്തൊക്കെ ഉദാഹരണം? അമീബ, പാരമീസിയം, യൂക്ലീന, ബാക്ടീരിയ. ഓക്കെ, അടുത്തത് ഓർഗാനിസം വിത്ത് ഓൺലി വൺ സെൽ ഈസ് കോൾഡ് എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലേ? യൂണിസെല്ലുലാർ. അടുത്തത് യൂണിസെല്ലുലാർ ഓർഗാനിസം ആർ അമീബ, പാരമീസിയം, യൂക്ലീന, ഓൾ ഓഫ് എബവ്. ഏതാണ് ഉത്തരം? എന്താണ്? ഓൾ ഓഫ് എബവ് അല്ലേ? അമീബയ്ക്കും പാരമീസിയത്തിനും യൂക്ലീനയ്ക്കും എല്ലാത്തിനും ഒരു കോശം മാത്രമേ ഉള്ളൂ. ഇനി മൾട്ടി സെല്ലുലാർ ഓർഗാനിസം പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ദർ ആർ ഓർഗാനിസം വിത്ത് മോർ ദാൻ വൺ സെല്ല് ഇൻ ദെയർ ബോഡി, ദേ ആർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. എക്സാമ്പിൾ ആനിമൽസും പ്ലാന്റ്സ് ഒക്കെ പറയാം കേട്ടോ. എന്താണ്? ബഹുകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ, മൃഗങ്ങളും സസ്യങ്ങളും. ഓക്കെ, ഇനി ഓർഗാനിസം വിത്ത് മോർ ദാൻ വൺ സെൽ ഈസ് കോൾഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അല്ലേ? മോർ ദാൻ വൺ സെൽ ഈസ് കോൾഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഇനി അടുത്തത് സെൽ വാൾ പ്രസൻറ്റ് ഇൻ ഓൺലി ഇൻ. എവിടെയാണ് സെൽ വാൾ പ്രസൻറ്റ്? എവിടെയാണ്? പ്ലാന്റ്, ആനിമൽ, ബോത്ത് എന്നാണ്. ഏത് ഭാഗങ്ങളിലാണ് സെൽ വാൾ പ്രസൻറ്റ് ചെയ്യുന്നത്? രണ്ടിലും അല്ലേ? സസ്യങ്ങളിലും എന്താണ്? രണ്ടിലും ഉണ്ട് അല്ലേ? രണ്ടും ഉണ്ട് സെൽ വാൾ. പിന്നെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ ഇൻ ദ ഹ്യൂമൻ ബോഡി?
വൈറ്റ് ബ്ലഡ് സെല്ല്, ചീക്ക് സെല്ല്, മസിൽ സെല്ല്, ന്യൂറോൺ. ഓക്കെ, ഇനി ദ കവറിങ് ഓഫ് ദ സെൽ ഈസ് ഡാഷ്. എന്താണ്? സെൽ മെമ്പറൈൻ അല്ലേ? സെല്ലിനെ കവർ ചെയ്തിരിക്കുന്ന ഭാഗത്തെ എന്താണ് പറയുക? സെൽ മെമ്പറൈൻ. ദ സെൻട്രൽ ഓഫ് ദി സെൽ ഈസ് ഡാഷ്. ന്യൂക്ലിയസ്. എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിങ് എ സ്ലൈഡ് ഓഫ് ഓണിയൻ. എങ്ങനെയാണ് മെത്തേഡ്സ് ഓഫ് സ്ലൈഡ് ഓഫ് ഓണിയൻ? മെത്തേഡ്സ് ഗിവൺ ബിലോ. മെത്തേഡ്സ് താഴെ തന്നിരിക്കുന്നത്: റിമൂവ് എ ഡ്രൈ ഔട്ടർ ലെയർ ഓഫ് ദി ഓണിയൻ, പീൽ ഓഫ് തിൻ ലെയർ ഫ്രം ദ ഫ്ലഷി പാർട്ട്, കീപ് ദിസ് ഇൻ വാട്ടർ ഇൻ എ വാഷ് ഗ്ലാസ്. ആഫ്റ്റർ സ്റ്റെയിനിങ്, place a small portion on the slide by using a brush. Cover it with the cover glass. Okay. അതിൻ്റെ മലയാളം എന്താണ്? ഉള്ളിയുടെ സ്ലൈഡ് തയ്യാറാക്കുന്ന രീതി വിശദീകരിക്കാനാണ് പറഞ്ഞത്. എന്താണ്? ഉള്ളിയുടെ വരണ്ട പുറംപാളികൾ നീക്കം ചെയ്യുക. പിന്നെന്താ? അതിൻ്റെ മാംസം, അതിൻ്റെ കുറച്ച് കാമ്പുള്ള ഭാഗത്ത് നിന്ന് നേർത്ത തൊലി ചെത്തി ഊരിയെടുക്കാനാണ് പറഞ്ഞത്. ഇത് ഒരു വാച്ച് ഗ്ലാസ് വെള്ളത്തിൽ വെച്ച് എന്താണ് ഒരു സ്റ്റെയിലിൽ എന്ത് ചെയ്യുക? ഒരു ബ്രഷ് ഉപയോഗിച്ച് സ്ലൈഡിൽ ഒരു ചെറിയ ഭാഗം വയ്ക്കുക. കവർ ഗ്ലാസ് കൊണ്ട് മൂടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി എക്സാമിൻ ദ ഫിഗർ ഓഫ് ദി ആനിമൽ സെൽ ആൻഡ് നോട്ട് ഡൗൺ ദ പാർട്സ് ഓഫ് സെല്ല്. എന്തൊക്കെയാണ്? ജന്തുകോശത്തിൻ്റെ ചിത്രം പരിശോധിച്ച് കോശഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ഭാഗങ്ങളാണുള്ളത്? ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, cell membrane, etc. are the sum of the important parts of cell. The nucleus is the center of the cell. The cell membrane is the covering of the cell. The matrix filled inside the cell membrane is the cytoplasm. ആണ് വ്യക്തമായിട്ട്. അപ്പം 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഈ പാഠത്തെ എല്ലാ ക്വസ്റ്റ്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കാം. ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ